ബിഗ് ബോസ് മലയാളം സീസൺ 4 പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡോക്ടറുമാണ് റോബിൻ രാധാകൃഷ്ണൻ. ഷോയിൽ വലിയ ജനപ്രീതി നേടിയെങ്കിലും സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് 69-ാം ദിവസം അദ്ദേഹത്തിന് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു. ഒറ്റ ഷോയിലൂടെ റോബിൻ്റെ ജീവിതമാകെ മാറിമറിയുകയും അനേകായിരം പേരുടെ ആരാധനാപാത്രമായി മാറുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം റോബിൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവുമല്ല. ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷമാണ് താരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. പക്ഷേ പരാജയപ്പെട്ടു. പണ്ട് മുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നും റോബിൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ താരത്തിൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത്. അമ്മ ബീനയ്ക്കൊപ്പമുള്ള ഓർമ്മകൾ കോർത്തിണക്കിയുള്ളതാണ് റീൽ. അമ്മ എന്ന് എഴുതി നിറമിഴികളുള്ള ഒരു ഇമോജിയാണ് റീലിന് ക്യാപ്ഷനായി റോബിൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മ അസുഖബാധിതയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. റോബിൻ പോസ്റ്റുകൾ ഇടുമ്പോൾ ആരാധകർ അമ്മയെക്കുറിച്ചും അമ്മയുടെ അസുഖത്തെക്കുറിച്ചുമെല്ലാം ചോദിക്കാറുമുണ്ടായിരുന്നു. എന്നാൽ എന്തസുഖമാണെന്നത് വ്യക്തവുമല്ല. പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരെല്ലാം തന്നെ പരിഭ്രാന്തരായി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അസുഖം വഷളായോ എന്നൊക്കെ ആശങ്ക വന്നു. പലരും അത് കമൻറ്റിലൂടെ പ്രകടിപ്പിക്കുകയായിരുന്നു. ബീനമ്മയുടെ ഹെൽത്ത് ഓക്കെ ആണോ? അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും. ഈ പ്രതിസന്ധി മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറപുഞ്ചിരിയായി അമ്മ വരും. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് എന്നിങ്ങനെ നീളുന്നു കമൻറ്റ് ബോക്സ്. റോബിൻ്റെ ഭാര്യയും ഫാഷൻ ഡിസൈനറും മോഡലുമായ ആരതി പൊടിയും റോബിനെ ആശ്വസിപ്പിച്ച് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ വെച്ച് റോബിനെ കണ്ടിരുന്നുവെന്നും ചില ആരാധകർ കുറിച്ചു. അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും റോബിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർക്ക് ബീന സുപരിചിതയാണ്. ഇടതൂർന്ന നീളൻ മുടി പിന്നിലിട്ട് ശാലീന സുന്ദരിയായി നിറച്ചിരിയുമായി നിൽക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ റോബിൻ മുമ്പ് പങ്കുവച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരമാണ് റോബിൻ്റെ സ്ഥലം. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നതാണ് കുടുംബം. അനിയത്തിയുടെ വിവാഹശേഷമാണ് ആരതിയുമായുള്ള റോബിൻ്റെ വിവാഹം നടന്നത്. 1989-ലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം. അവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ജനനം. അമ്മയുടെ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരനായി.